ആപ്കി അദാലത്തിൽ ജെയിൻ മുനി തരുൺ സാഗറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, താങ്കൾ ഒരു സന്യാസിയാണ്, മുനിയാണ്, ലോകകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ താങ്കൾ പല നേതാക്കന്മാരെ കള്ളന്മാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, കൊള്ളക്കാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കള്ളന്മാർ, കൊള്ളക്കാർ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പരസ്യമായിട്ട് സംസാരിക്കാറില്ല. പക്ഷേ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ആരൊക്കെയാണോ ചെറിയ ചെറിയ കളവുകൾ നടത്തുന്നത് അവരൊക്കെ ജയിലിൽ ഇപ്പോൾ തടവുകാരാണ്. പിന്നെ ആരൊക്കെ വലിയ വലിയ കളവുകൾ നടത്തുന്നുണ്ടോ അവരൊക്കെ ഇപ്പോൾ ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കും രാഷ്ട്രീയത്തിനും ഒരിക്കലും യാതൊരു ബന്ധവുമില്ല. താങ്കൾക്ക് ഒരു ബന്ധമില്ലെന്നോ? ദാ ഈ ഫോട്ടോകൾ നോക്കൂ. പറയൂ. ചീഫ് മിനിസ്റ്റർ. ഇനിയും ധാരാളം ഫോട്ടോകളുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയോടൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്. പിന്നെ രമൺ സിംഗിനോടൊപ്പം, ഇത് ഹരിയാന മുഖ്യമന്ത്രിയോടൊപ്പം, അങ്ങനെ പല മുഖ്യമന്ത്രിമാരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഒരു ഫോട്ടോ മോദിജിയോടൊപ്പം ഉണ്ട്. ആരൊക്കെയാണോ എന്നെ വിളിക്കുന്നത് അവരുടെ അടുത്ത് ഞാൻ പോകുന്നുള്ളൂ. ആരും വിളിക്കാതെ ഞാൻ എവിടെയും പോവാറില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി CM ഹൗസിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ പോയി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി CM ഹൗസിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെയും പോയി. പിന്നെ ഈ അടുത്തായിട്ട് ഹരിയാന മുഖ്യമന്ത്രി എന്നെ CM ഹൗസിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെയും പോയി. സോ ആരൊക്കെ ക്ഷണിച്ചാലും ഞാൻ അവിടെയൊക്കെ പോവും. പിന്നെ പക്ഷേ നേതാക്കന്മാരെ താങ്കൾ കൊള്ളക്കാരെന്ന് വിളിക്കും. പക്ഷേ നിയമസഭയിൽ പോയി മോഷ്ടാക്കളോടും കൊള്ളക്കാരോടും ഒപ്പം താങ്കൾ സംസാരിക്കും. ഇന്ത്യൻ പൗരന്മാരിൽ മൂന്നിലൊരാൾ അഴിമതി നടത്തുന്നു. അതായത് 30% ജനങ്ങളും ഉറപ്പായിട്ടും അഴിമതി നടത്തുന്നു. ഒരു 50 മുതൽ 60% ആളുകൾ അഴിമതി ആരോപണത്തിൽപ്പെട്ടിട്ടുണ്ട്. ബാക്കിയൊരു 10% ആളുകളുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സത്യസന്ധരെന്ന് വിളിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എല്ലാവരും കള്ളന്മാരല്ല, എല്ലാവരും മോശം മനുഷ്യന്മാരും അല്ല. സോ ഞാൻ കള്ളന്മാരുടെ അടുത്ത് പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് പോയത്, കള്ളന്മാരുടെ അടുത്തേക്കല്ല. അല്ല, താങ്കൾ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ പല കള്ളന്മാരും ഉണ്ടെന്ന്. എന്നിട്ട് താങ്കൾ മധ്യപ്രദേശിലേക്ക് പോയി അവിടുത്തെ നിയമസഭയിൽ ചെന്ന് നിയമസാമാജികരെ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഹരിയാന നിയമസഭയിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്തല്ലേ മതിയാവൂ. കാരണം രാജ്യം പ്രഥമമായിട്ട് പരിഗണിക്കുന്നത് അവരെയാണല്ലോ. ക്ഷേത്രം ആവശ്യം വരുന്നത് പാപികൾക്കാണ്, പുണ്യം ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആരാണോ കൂടുതൽ പാപം ചെയ്യുന്നത് അവരാണ് ദൈവത്തിന്റെ അടുത്ത് വന്ന് അധികം പൂജകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് തീർച്ചയായിട്ടും ആവശ്യമാണ്. മുത്തലാഖിനെ കുറിച്ച് താങ്കൾ സംസാരിച്ചപ്പോൾ താങ്കൾക്ക് ഇതിൽ എന്താണ് താല്പര്യമെന്ന് മുസ്ലിങ്ങൾ ചോദിച്ചു. അല്ലല്ല, ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നാൽ, ഇത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരു വലിയ അനീതിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വാട്സപ്പ് വഴിയൊക്കെ തലാക്ക് ചൊല്ലി വിവാഹമോചനം നടക്കുന്നുണ്ട്. ഇതിൽ എവിടെയാണ് ശരിയുള്ളത്? നിങ്ങൾ പറയൂ. ഇത് അവരുടെ സംസ്കാരമോ? ഇത് എത്തരത്തിലുള്ള സംസ്കാരമാണ്? ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണോ? താങ്കളുടെ സംസ്കാരം അല്ലല്ല, ഇത് അങ്ങനെ ഞങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾ ഈ സത്യപ്രതാപ്, സലോഖ്യ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. അല്ലല്ല, അങ്ങനെയല്ല. എങ്ങനെയാണോ സത്യപ്രതാപ് നടക്കുന്നത് അങ്ങനെയല്ലേ ഈ രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യപ്രതാപ് പിന്നെ സന്താരയ്ക്കിടയിൽ ഒരു വ്യത്യാസമുണ്ട്. സത്യപ്രതാപിന്റെ ഉള്ളിൽ ഒരു നല്ല ചിന്തയുണ്ട്. അടുത്ത ജന്മത്തിലും ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഇദ്ദേഹം എവിടെ പോയാലും, ഇദ്ദേഹത്തിന് എന്ത് അവസ്ഥ വന്നാലും അതൊക്കെ എനിക്കും സംഭവിക്കണമെന്ന്. ശരിക്കും സ്നേഹം കാരണമാണ് ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാവുന്നത്. പിന്നെ സന്താരയിൽ ഈ ഒരു വിചാരം ഇല്ല. പിന്നെ സത്യപ്രതാപിന് സ്നേഹമുണ്ട്, ലോകമുണ്ട്. സന്താരയ്ക്കുള്ളിൽ ഈ ഒരു ചിന്തയില്ല, വിരക്തിയാണുള്ളത്. ജനന മരണ ബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അതിലുള്ളത്. പക്ഷേ ഇത് കോടതി പോലും അംഗീകരിക്കില്ല. അതായത് നമ്മുടെ ജീവൻ നമ്മൾ തന്നെ എടുക്കുന്നത്. ഇല്ല. ഈ സന്താരയുടെ കാര്യമുണ്ടല്ലോ, അത് 1-2 മണിക്കൂർ നേരത്തെ ചെറിയ കാര്യമല്ല, അത് 12 വർഷങ്ങളുടെ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാനൊരു യുവാവാണെങ്കിൽ, ഞാൻ സന്താര കയ്യിലെടുക്കുകയാണെങ്കിൽ അതൊരിക്കലും മതം അനുവദിക്കുന്നില്ല. മനുഷ്യൻ ഒരു വയസ്സിലെത്തിയ ശേഷം ഒരുപക്ഷെ അവൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ, അതായത് എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് കാത് കേൾക്കുന്നില്ല, കൈകാലുകൾ പ്രവർത്തിക്കുന്നില്ല, ചുമര് കാണുന്നില്ല, റൊട്ടി കഴിക്കാൻ പറ്റുന്നില്ല, കഴിച്ചത് ദഹിക്കുന്നില്ല, ആളുകൾ ഞാൻ കാരണം ബുദ്ധിമുട്ടുന്നു, എനിക്ക് മരിക്കാനാണ് താല്പര്യം, ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അപ്പോഴും സ്വന്തം ബന്ധങ്ങളെ പറ്റിയാണ് വിചാരം. തന്നെപ്പറ്റി ഒരിക്കലും ആശങ്കപ്പെടുന്നില്ല, ലോകത്തെ പറ്റിയാണ് ആശങ്കപ്പെടുന്നത്. ദൈവത്തിനെ എതിർക്കുന്നത്, കുടുംബത്തിനെപ്പറ്റി ചിന്തിക്കുന്നത്, ഇതൊക്കെ തന്നെ അത്യാഗ്രഹം കൂടാൻ കാരണമാവുന്നു. പിന്നെ ബുദ്ധി മങ്ങുന്നു, കടം വാങ്ങുന്നത് വർദ്ധിക്കുന്നു, വായിൽ നിന്ന് തുപ്പലൊഴുകുന്നു, എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അപ്പോഴും ശബ്ദമുയർത്തുന്നു. എഴുന്നേറ്റിരിക്കാൻ പോലും അവസ്ഥയിലും ശബ്ദമുയർത്താൻ ശ്രമിക്കുന്നു.
ഭാര്യ വഴക്ക് പറയും, മരുമകളും വഴക്ക് പറയും, മകൾ വന്നടിക്കും, പേരക്കുട്ടികൾ ശല്യം ചെയ്യും, പകൽ ഉറക്കം വരും, രാത്രി ഉറക്കം വരില്ല, പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോവും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ശരീരം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, നിവരാൻ സാധിക്കുന്നില്ല. യമരാജാവിന്റെ ഉത്തരവ് പ്രകാരം യമന്റെ ദൂതൻ വന്ന് തല പിടിച്ചു. ഇങ്ങനെ താനെ ഒരു വല ഉണ്ടാക്കുന്നു, ചിലന്തികളെ പോലെ. ആട്ടം, പാട്ട്, ആഘോഷങ്ങൾ എല്ലാം തന്നെ മറക്കുന്നു. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മയിലുണ്ട്, അവരുടെ അന്ത്യയാത്ര. ഇങ്ങനെ മരിക്കുന്നതിനേക്കാളും ദൈവത്തിന്റെ പേരുച്ചരിച്ച് മരിക്കുന്നതാണ് നല്ലത്. ധ്യാനം ചെയ്തുകൊണ്ട് മരിക്കുന്നതാണ് നല്ലത്. സംതൃപ്തിയോടെ മരിക്കണം, വിരക്തിയോടെ ഒരിക്കലും മരിക്കാൻ പാടില്ല. പിന്നെ സന്താരം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മഹാവീരർ പറഞ്ഞത്, അഥവാ നിങ്ങൾക്ക് ജീവിതം എങ്ങനെ ആഘോഷകരമാക്കി മാറ്റാം, ജീവിതം എങ്ങനെ സന്തോഷകരമാക്കി മാറ്റണം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗീതയുടെ അടുത്തേക്ക് പോകണം. പിന്നെ മരണം എങ്ങനെ ആഘോഷിക്കണമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാവീരന്റെ അടുത്തേക്ക് പോകണം. മഹാവീരന്റെ വചനങ്ങളിൽ മരണവും ദുഃഖവും ഒന്നും തന്നെ ഇല്ല. അതൊരു ആഘോഷമാണ്. അതുകൊണ്ട് സന്താരയിൽ സർലിക് മരണം, സമാധി മരണം, പണ്ഡിറ്റ് മരണം ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഇത് മരണത്തെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന കല.